ബുദ്ധന്മാർക്ക് മരണവും അവർക്കിഷ്ടാനുസരണം സ്വീകരിക്കാം സമയം എന്ന് പല ബുദ്ധന്മാരുടെയും കാര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോകപ്രശസ്തനായ ഒരു ഗുരുവിൻ്റെ ജാതകം എഴുതി നോക്കിയ ഒരാൾ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്ത് മരണം സ്വീകരിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ജാതകമാണ്. അതുപോലെ വേറൊരു ബുദ്ധൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ശരീരം നിലനിർത്തും, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ശരീരം കളഞ്ഞിട്ട് പോകും. പിന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് മരണഭയം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് മരണഭയമല്ല, ഞാൻ അതിന് ഇഷ്ടപ്രകാരം സ്വീകരിക്കണം, നിങ്ങൾക്ക് എന്നെ മടുക്കും എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും, ഇങ്ങനത്തെ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആയുസിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് സാധാരണ ഒരു ആൾക്ക് കർമ്മത്തിൻ്റെ ഇതിലാണ് പറയുന്നത്. പക്ഷേ ഒരു ബുദ്ധനും ഒരു ശരീരത്തിലേക്ക് വരുമ്പോൾ ഇത്ര കർമ്മം, ഇത്ര അങ്ങനത്തെ ഒരു കണക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടാനുസരണം മാറ്റിയിട്ട് പോകാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. ബുദ്ധൻ തീരുമാനിക്കുന്നതനുസരിച്ചാണ് ഒരു ശരീരത്തിനകത്തുള്ള ബുദ്ധൻ്റെ ഡ്യൂറേഷൻ തീരുമാനിക്കപ്പെടുന്നത്. അല്ലാതെ കർമ്മബാധ്യത അതിനനുസരിച്ചുള്ള കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ശരീരത്തിലേക്ക് ആവശ്യമായ ബന്ധുക്കളെയും മിത്രങ്ങളെയും ശത്രുക്കളെയും എല്ലാ സാഹചര്യങ്ങളെയും നിസ്സാരമായിട്ട് ആ സമയത്ത് ഇടപെടുന്ന വസ്തുക്കളെ വരെ ഒരു ബുദ്ധൻ സ്വന്തം ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, മുതൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് കൃത്യമായ സമയം തീരുമാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ആ സമയം തീരുമാനിക്കുന്നത് ഇച്ഛ കൊണ്ട് തന്നെയാണ്, ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ കർമ്മം ആരുണ്ടാക്കുന്നു? നമ്മളെ എല്ലാവരെയും പോലെ ബുദ്ധൻ തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. നമ്മുടെ കാര്യത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അബോധവത്തായിട്ട് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ബുദ്ധൻ ഇത് പ്ലാൻ ചെയ്ത് അടുത്ത പ്രാവശ്യം ആർക്കെല്ലാം അടി കൊടുക്കണം, ആരുടെ നിന്നൊക്കെ തല്ല് കൊള്ളണം എന്നുള്ളത് തീരുമാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ കർമ്മം എന്ന് പറയുന്ന റൂളിനെ ഒരിക്കലും ബുദ്ധൻ നിഷേധിക്കുന്നില്ല, ബുദ്ധൻ ഒരിക്കലും ഒരു വയലൻസ് കാണിക്കുന്നില്ല. പിന്നെ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിക്കുകയോ മാറ്റുകയോ ചെയ്യാമെന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിനകത്ത് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന ഒരു കഴിവാണ്. എല്ലാ ബുദ്ധന്മാരും അവരുടെ ശരീരങ്ങളിൽ അത് സൂക്ഷിക്കാറില്ല. ചിലർ അങ്ങനെയുള്ള സ്വച്ഛന്ത മൃത്യുവായിട്ട് മരിക്കാം എന്നുള്ള ധാരണയൊന്നും കൊണ്ടുവരുന്നില്ല. അവർ വളരെ വിധേയത്തോടു കൂടി തന്നെ ജീവിക്കുന്നു. അവർക്ക് സ്വച്ഛന്ത മൃത്യു ആവാം, എന്നാൽ പോലും അത് പറ്റാത്ത രീതിയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം തന്നെ അവരുടെ വ്യക്തിപരമായ തീരുമാനം തന്നെയാണ്. പിന്നെ അതിനകത്ത് ഒരു ഭാഗം കുറച്ചുകൂടി വിശദമാക്കേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. പക്ഷേ ഈ പെട്ടെന്ന് ഒരു സ്റ്റോക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾക്ക് മടുക്കുമോ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. ഒരു ബക്കറ്റിൽ വെള്ളം ടാപ്പ് തുറന്ന് വെച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ എത്ര നേരം എടുത്തുകൊണ്ടിരിക്കും? നിറഞ്ഞ് കവിഞ്ഞു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? അത്രയേ ഉള്ളൂ. ഒരു ടോളറൻസ് ലെവലുണ്ട്. ഒരു സമൂഹത്തിന് ഒരു ബുദ്ധനെ താങ്ങാനൊരു സമയമുണ്ട്, അത് കഴിയുമ്പോൾ താങ്ങാക്കില്ല. പിന്നെ നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്ക് പോകും. എങ്ങനെയാണോ ഈ കർവ് പോസിറ്റീവായിട്ട് കയറിക്കൊണ്ട് കോൺസ്റ്റൻ്റായിട്ട് പിന്നെ നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്ക് പോകുന്നത്, അതുപോലെ ഒരു സമൂഹത്തിന് ബുദ്ധനെ സഹിക്കാവുന്ന ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്ത് ബുദ്ധന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. താങ്ങാൻ പറ്റാതാകുമ്പോഴത്തേക്കും ബുദ്ധൻ്റെ വഴിയിൽ പോകും. അതൊരു ജീർണതയാണ്. കാരണം ബുദ്ധനെ പ്രേമിക്കുക, സ്നേഹിക്കുക, ബുദ്ധനെ സഹിക്കുക എന്ന് പറയുന്നത് പോലും ഒരു ഭൗതികമായ പ്രവർത്തനമാണ്. അതിനൊരു ജനനവും അതിനൊരു മരണവുമുണ്ട്. ഒരിക്കലും അത് നിത്യമായിരിക്കുന്ന വസ്തുതയല്ല. ബുദ്ധനെ നിത്യനല്ല, പിന്നെയാണ് ബുദ്ധനെ സ്നേഹിക്കുന്നതും ബുദ്ധനെ സഹിക്കുന്നതും. അതുപോലെ അനിത്യമായിരിക്കുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് അതിന് അതിൻ്റേതായ ജീർണത പ്രാപിക്കുകയും സമൂഹം അതിൽ നിന്ന് മാറുകയും ചെയ്യും. എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ കൃത്രിമമായിട്ടൊക്കെ പലതും ചെയ്യും, വലിയ കാര്യമൊന്നുമില്ല. അപ്പോഴത്തേക്കും ബുദ്ധൻ പൊടിയും തട്ടി അടുത്ത ശരീരത്തിനകത്ത് പ്രവേശിച്ച് കഴിയും. അതുകൊണ്ട് ബുദ്ധൻ ഇതൊന്നും അറിയുന്ന പോലുമില്ല. അതുകൊണ്ട് അങ്ങനെയും ശരീരം വിടാം തീർച്ചയായിട്ടും. അതിന് കാരണം അതാണ്.